എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ അയോധ്യയും മുഴുവൻ ഹിന്ദുക്കളുടെയും ക്ഷേത്രമാണ്. അതിൽ BJPയും സംഘപരിവാറും കാണിക്കുന്ന ആഘോഷവും മോദിജി കാണിക്കുന്ന അതിമാനുഷികതയുമെല്ലാം 1-2 ദിവസം മാത്രം നിലനിൽക്കും. കാരണം ഒരു ക്ഷേത്രത്തിനും ഒരു വിശ്വാസിയെയും മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷേ അതിനിടയിൽ കൂടി ആളാവാൻ വന്ന, മുതലെടുക്കാൻ വന്ന അത് വിശ്വാസികൾ വിടുകയുമില്ല. പറഞ്ഞു വന്നത്, മൈസൂരിലെ BJP MPയും നമ്മൾ പാർലമെൻറ്റ് ആക്രമണത്തിൽ പ്രതിക്കൂട്ടിലൊക്കെ നിന്ന് കണ്ട പ്രതാപ് സിൻഹയെ ഗ്രാമവാസികൾ ഓടിച്ചു വിട്ടു എന്നുള്ളതാണ്. ഗ്രാമത്തിലെ ക്ഷേത്ര ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ BJP MPയെ തടഞ്ഞത് ദളിത് സമുദായ അംഗങ്ങളാണ്. തികച്ചും മതേതരവാദികളും അതേസമയം ഹൈന്ദവ വിശ്വാസികളുമായ ഗുജ്ജേഗൗഡനപുര ഗ്രാമവാസികൾ പ്രതാപ് MP ദളിത് വിരുദ്ധനാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് MPയെ തടഞ്ഞത്. അതായത് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി ഗുജ്ജേഗൗഡനപുര ഗ്രാമത്തിൽ ഒരു രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. അതിന് കാരണമുണ്ട്. ഈ ഗ്രാമത്തിലെ കർഷകനും ദളിത് സമുദായാംഗവുമായ H. രാംദാസാണ് അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠിച്ച രാമവിഗ്രഹം നിർമ്മിക്കാനുള്ള ശില സ്വന്തം ഭൂമിയിൽ നിന്ന് കൈമാറിയത്. അതുകൊണ്ട് തന്നെ ആ ശില ലഭിച്ച ഭൂമി രാംദാസ് ക്ഷേത്ര നിർമ്മാണത്തിനായി സംഭാവന ചെയ്യുകയും ചെയ്തു. ഗ്രാമവാസികളുടെ ആഗ്രഹപ്രകാരം ഇന്ന് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ആയിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടത്താൻ തീരുമാനിച്ചത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മൈസൂരിൻ്റെ MP എന്നുള്ള നിലയിൽ പ്രതാപ് MP എത്തിയത്. പരിപാടിയിൽ പങ്കെടുക്കാൻ MPയെ കൂടാതെ JDS MLAമാരായ മുൻ മന്ത്രി സാറാ മഹേഷ്, അതുപോലെ GT ദേവഗൌഡ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ 10 കൊല്ലത്തിനിടെ ഒരിക്കൽ പോലും പ്രതാപ് MP ആ ഗ്രാമം സന്ദർശിച്ചിട്ടില്ല എന്നും ഹിന്ദുത്വം പറഞ്ഞു നടക്കുന്ന തികച്ചും ദളിത് വിരുദ്ധനായ ഒരാളാണ് ഈ MP എന്നും ഗ്രാമവാസികൾ പറയുന്നു. മാത്രമല്ല, അദ്ദേഹം ഇന്ന് വന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രദേശവാസികൾ ആ MPയെ അവിടെ തടഞ്ഞത്. ഗ്രാമവാസികളുടെ രോഷത്തിന് പിന്നാലെ പ്രതാപ് സ്ഥലത്ത് നിന്ന് ഉടനടി മടങ്ങി. GT ദേവഗൌഡ ഉൾപ്പെടെയുള്ള മുതിർന്ന MLAമാർ ഗ്രാമവാസികളെ ശാന്തരാക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ വഴങ്ങിയില്ല. അപകടം മണത്ത BJP MP സ്ഥലം വിട്ടു. ഈ ഗ്രാമവാസികൾ നൽകുന്ന സന്ദേശം, ക്ഷേത്രങ്ങൾ ഒരു പാർട്ടിയുടെയും കുത്തകയല്ല, അത് ഹൈന്ദവരുടേതാണ്. രാഷ്ട്രീയം വേറെ, മതം വേറെ. മുതലെടുപ്പ് നടത്താൻ നോക്കിയാൽ ജനങ്ങൾ വിടില്ല എന്ന സന്ദേശമാണ് കർണാടകയുടെ ഗ്രാമങ്ങളിൽ നിന്നും വന്നിരിക്കുന്നത്. ഇത് BJPക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്.